അധികാരമേറ്റ് ഒരാഴ്ച പിന്നിടും മുമ്പ് ഒരു പിടി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കിയത്. ജനരോഷം ഏറ്റുവാങ്ങിയ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതും ആശാ ജീവനക്കാർക്ക് 3000 രൂപ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചതുമടക്കം ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ രണ്ടാം പിണറായി സർക്കാർ നേരിട്ട ഭരണവിരുദ്ധ വികാരം കൂടി മാനിച്ചാണ് ഇങ്ങനെ ജനപ്രിയ നടപടികളുമായി വി.ഡി. സതീശൻ സർക്കാർ തുടക്കത്തിൽ തന്നെ കളം പിടിക്കുന്നത്. കാണാം റിസർച്ച് ഡെസ്കിൽ നിന്ന് വിനയ് ഉണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖം മിനുക്കി പുതുയുഗ തുടക്കം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പഴഞ്ചൻ രീതികൾ കാറ്റിൽ പറത്തിയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നീക്കം. അധികാരമേറ്റ് ഒരാഴ്ച പിന്നിടും മുൻപ് ജനപ്രിയ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച KSRTCയിലെ വനിതകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച തീരുമാനമാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ സഞ്ചരിക്കാമെന്ന പ്രഖ്യാപനമാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ കൈക്കൊണ്ടത്. വിഷയത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മെയ് 15 KSRTC ബസ്സുകൾ കേന്ദ്രീകരിച്ച് സമരം നടത്തിയിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ ചർച്ചകൾക്കോ സമരങ്ങൾക്കോ ഇടം നൽകാതെയാണ് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ നടത്തിയ സൗജന്യയാത്രാ പ്രഖ്യാപനം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. മറ്റൊരു നിർണായക പ്രഖ്യാപനം രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ ജനരോഷം ഏറ്റുവാങ്ങേണ്ടി വന്ന തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മഞ്ഞക്കുറ്റികളുടെ സ്ഥാപനം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇതോടെയാണ് അധികാരമേറ്റയുടൻ വി.ഡി. സതീശൻ സർക്കാർ പദ്ധതി റദ്ദു ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത്. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പരിശോധിച്ച് അവ പിൻവലിക്കാനുള്ള ശുപാർശ കോടതിയിൽ സമർപ്പിക്കാനും പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞ സർവേ കുറ്റികൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും സർക്കാർ തീരുമാനിച്ചു. ഇതോടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒരു വികസന പദ്ധതികൾക്കും സർക്കാർ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പുതിയ സർക്കാർ നൽകുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ 266 ദിവസം നീണ്ടുനിന്ന ചരിത്രപരമായ ആശാസമരത്തെയും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് ആദ്യ ദിനങ്ങളിൽ തന്നെ കേരളം സാക്ഷിയായി. ഓണറേറിയം, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയവ വർദ്ധിപ്പിക്കാനായിരുന്നു ആശമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തിയത്. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചാണ് ആദ്യ മന്ത്രിസഭായോഗം കയ്യടി നേടിയത്. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം 1 മാസത്തിനുള്ളിൽ അറിയിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. അംഗനവാടി ജീവനക്കാർ, സ്കൂൾ പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവർക്ക് 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചും സർക്കാർ കളം പിടിച്ചു. ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ തീരുമാനിച്ചതിലൂടെ ഉദ്യോഗാർത്ഥികളോട് അനുഭാവപൂർണമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരപരമ്പര തന്നെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കണ്ടത്. നിയമനങ്ങൾ നടത്താതെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിപ്പിക്കുന്നതും 1ാം റാങ്ക് വാങ്ങിയവർക്ക് പോലും നിയമനം നടത്താതിരുന്നതുമടക്കം പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെയാണ് PSC റാങ്ക് ലിസ്റ്റിലും അനുകൂല തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിപ്പിക്കുന്നതുമായ
എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാനുള്ള VDS സർക്കാരിന്റെ തീരുമാനത്തിനും വലിയ കയ്യടിയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വിഷൻ 2031 നയരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപിടി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തുടക്കം മുതൽ വിമർശകരുടെയും പ്രതിപക്ഷത്തിന്റെയും വായടപ്പിക്കുന്ന നീക്കങ്ങളാണ് VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. റിസർച്ച് ഡെസ്ക് 24. നിരവധി പ്രേക്ഷകർ, പ്രത്യേകിച്ച് പൊതുജനം കഴുത LSRന്റെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയ പേജിൽ, യൂട്യൂബ് പേജിലൊക്കെ നൽകുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, KSRTCയിൽ സൗജന്യ യാത്ര കൊടുത്താൽ KSRTC പൂട്ടും, കൊടുത്തില്ലെങ്കിൽ സ്ത്രീകൾ പൂട്ടും, പ്രതിപക്ഷവും സമരത്തിനിറങ്ങും, എന്തായാലും പ്രശ്നമാണ് എന്ന്. മിനിബാബു പറയുന്നു, KSRTCയിൽ ഫ്രീ ആയി സഞ്ചരിക്കാമെന്നുള്ള ആഗ്രഹം നടക്കുമോ? കുറേ നഷ്ടത്തിൻ്റെ കണക്കാണല്ലോ ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. മോഹനൻ പിലാത്തറ പറയുന്നു, കേരളത്തിന് മൊത്തം സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രഖ്യാപനം വേണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ വനിതകൾക്കും ഫ്രീ യാത്ര പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല, അർഹതപ്പെട്ടവരെ ഒഴിവാക്കുകയും ചെയ്യരുത്. രഘുനന്ദനൻ പറയുന്നു, സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ക്ഷേമം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന കാര്യം. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ പ്രതികരണം നടത്തുന്നത്. ഏതായാലും ജനങ്ങളുടെ മറ്റ് ക്ഷേമ പദ്ധതികൾ തടസ്സമുണ്ടാകരുത്, ട്രാൻസ്പോർട്ട് നഷ്ടത്തിലുമാവരുത് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. ഈ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.